രാജ്ബി ഷെട്ടി ആദ്യമായി മലയാളത്തിൽ നായകനായി എത്തിയ ചിത്രമാണ് രുധിരം. ജിഷോ ലോൺ ആന്റണിയാണ് രുധിരം എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത്. അപർണ ബാലമുരളിയാണ് ചിത്രത്തിലെ നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. മഴു മറന്നാലും മരം മറക്കില്ല എന്ന ടാഗ് ലൈനോടെ ഉള്ള ഒരു പ്രതികാര കഥയാണ് ചിത്രം പറഞ്ഞിരിക്കുന്നത്. നായകൻ്റെ ഭാഗത്തു നിന്ന് നോക്കിയാൽ ഈ ചിത്രം ഒരു പ്രതികാര കഥയിലാണ് ബേസ് ചെയ്തിരിക്കുന്നത്. മറിച്ച് നായികയുടെ പക്ഷത്തു നിന്ന് നോക്കുമ്പോൾ ഇതൊരു സർവൈവൽ ത്രില്ലർ ആയി കാണാം. ചിത്രത്തിൻ്റെ മൊത്തം സെറ്റപ്പ് എന്ന് പറയുന്നത് ചെറിയ ഒരു ക്യാൻവാസിൽ ആണെന്ന് തോന്നും. കാരണം 90% ഒരു ഇൻഡോർ മൂഡിലാണ് പടത്തിനുള്ളത്. ആദ്യത്തെ ഒരു 20 മിനിറ്റോളം പടം അവസാനത്തേക്ക് ഹൈ ലെവലിൽ എത്തുമെന്നുള്ളൊരു തോന്നൽ പ്രേക്ഷകന് ഉണ്ടാകുമെങ്കിലും പിന്നീട് പടം ഒരു സ്ലോ മൂഡിലേക്ക് കയറുന്നതായി അനുഭവപ്പെട്ടു. ദൈർഘ്യം കൊണ്ടും ചിത്രം വളരെ ചെറുതാണ്. ഉദ്ദേശം 2 മണിക്കൂർ മാത്രമേ ചിത്രമുള്ളൂ എങ്കിലും മെല്ലെ പോക്ക് കാരണം ചിത്രം ഒരുപാട് നേരം ഉണ്ടെന്നുള്ള ഒരു തോന്നൽ പ്രേക്ഷകന് വരുവാനും ഇടയുണ്ട് എന്നാണ് വ്യക്തിപരമായി തോന്നിയത്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും വിഷ്വലുകളും ചിലയിടങ്ങളിൽ മികച്ചതായി തന്നെ തോന്നിയിരുന്നു. പക്ഷേ ചിത്രത്തിൻ്റെ മൊത്തം സ്റ്റഫ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ഫിലിം കോണ്ടന്റ് മാത്രമേ വരുന്നുള്ളൂ എന്നാണ് പേഴ്സണലി തോന്നിയത്. അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് OTT സ്റ്റഫ് അങ്ങനെയും പറയാം. അതിഭീകരമായ ഒരു തിയേറ്റർ അനുഭവം എന്നൊന്നും ചിത്രത്തെക്കുറിച്ച് പറയുവാനും കഴിയില്ല എന്നാണ് തോന്നിയത്. പിന്നെ ചിത്രത്തിലെ കഥാപാത്രങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ രാജ്ബി ഷെട്ടിയും അപർണ ബാലമുരളിയും സ്യൂട്ടായ കാസ്റ്റിംഗ് ആയി തന്നെ തോന്നി. കഥയുടെയും കഥ പറഞ്ഞ രീതിയും ഈയിടെ മലയാളത്തിൽ തന്നെ വന്ന ചില ചിത്രങ്ങളുടെ ഒരു സാമ്യതയും കാണാം. ചിത്രത്തിൽ ഒരു മെയിൻ കഥാപാത്രത്തിൻ്റെ ഇരകളായി വരുന്ന മറ്റു കഥാപാത്രങ്ങളുമുണ്ട്. അവരെ പ്രധാനമായും നായകൻ ടോർച്ചർ ചെയ്യുവാൻ പല രീതികളും ഉപയോഗിക്കുന്നുമുണ്ട്. അതിൽ ചിലതൊക്കെ അട്രാക്റ്റീവായി തന്നെ തോന്നി. ചില പ്രതികാര രീതികളും ഭംഗിയായി തന്നെ ചിത്രീകരിച്ചതായി തന്നെ തോന്നി. അപർണ ബാലമുരളിയോടൊപ്പം പെറ്റായി ഉള്ള ഒരു പട്ടിയുടെ ട്രെയിൻഡായ പെർഫോമൻസൊക്കെ നന്നായി തന്നെ തോന്നി. ചില രംഗങ്ങൾ ആ ഡോഗ് തന്നെ ബൂസ്റ്റ് ചെയ്യുന്നതായും അനുഭവപ്പെട്ടു. ചിത്രത്തിൽ ഒരു എലിയെ കൊണ്ടുവരുന്നതും അതിനെ യൂസ് ചെയ്യുന്നതും കാണുമ്പോൾ അതും വേറെ ലെവലിലേക്ക് കയറുമെന്ന് വിചാരമുണ്ടെങ്കിലും അതും വലിയ സംഭവമാകാതെ പ്രേക്ഷകൻ പിന്നീട് മറന്നു പോകുന്ന കാര്യമായി മാറുന്ന പോലെ ആകുന്നു. വളരെ കൃത്യതയോടെ പ്രതികാരത്തിന് വേണ്ടിയുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്ന മെയിൻ കഥാപാത്രത്തിന് സിമ്പിളായ തെറ്റുകൾ രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്നതായും കാണാം. അതൊക്കെ പ്രേക്ഷകന് ദഹിക്കുമോ എന്നും സംശയമാണ്. മൊത്തത്തിൽ ഉള്ള സജ്ജീകരണങ്ങൾക്കും പ്രേക്ഷകർക്കും ചില സംശയങ്ങൾ തോന്നുവാനും സാധ്യത കാണുന്നു. ചിത്രത്തിൻ്റെ ഒരു ഔട്ട്ലൈൻ പ്ലോട്ട് 1, 2, 3 വരികളിൽ പറഞ്ഞാൽ കിടിലമായി ഒക്കെ തോന്നിയേക്കാം. പക്ഷേ ഇത്രയും വലിയ ഒരു പ്രതികാര മൂഡിലേക്ക് നായകൻ എത്തുന്നതിനുള്ള സംഭവങ്ങൾ കാണിച്ചിരിക്കുന്നതൊക്കെ പ്രേക്ഷകനെ എത്രത്തോളം വികാരപരമായി സ്വാധീനിച്ചു എന്നതും സംശയമാണ്. രാജ്ബി ഷെട്ടിയും അപർണ ബാലമുരളിയും അല്ലാതെ ചിത്രത്തിൽ മറ്റു അറിയപ്പെടുന്ന താരങ്ങൾ ഒന്നും തന്നെ ഇല്ല. അപർണയ്ക്കായാലും ഭയങ്കരമായി അഭിനയിച്ച് ഫലിപ്പിക്കേണ്ട കഥാപാത്രമൊന്നും ആയിരുന്നില്ല ഇത് എന്നും തോന്നി. ഒരു യൂഷ്വൽ കഥാപാത്രമായി തന്നെയാണ് സ്വാതിയെ തോന്നിയത്. രണ്ടാം പകുതിയിലൊക്കെ കുട്ടികൾക്ക് കാണാൻ പറ്റാത്ത തരത്തിലുള്ള വയലൻസും ഉണ്ട്. അതുകൊണ്ട് കുട്ടികളുമായി പടത്തിന് പോകുന്നത് സജസ്റ്റ് ചെയ്യുന്നില്ല. ഇൻ ഷോർട്ട്, റിവഞ്ച് മൂഡുള്ള ഒരു സർവൈവൽ ത്രില്ലറാണ് രുധിരം. ശരാശരി രേഖയിലോ അതിൽ താഴെയോ നിൽക്കുന്ന എല്ലാ രീതിയിലും ഒരു ചെറിയ ചിത്രമാണ് രുധിരം. കണ്ടിരിക്കാം. ദാറ്റ്സ് ഓൾ. പാഴ്സലി സാറ്റിസ്ഫൈഡ്.